KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടില്ല എങ്കിലും മാധ്യമങ്ങളെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഇന്നിപ്പോൾ അത് തന്നെയാണ് ചർച്ച. സുധാകരനെ മാറ്റുകയാണെങ്കിൽ ആ പദവിയിലേക്ക് പത്തനംതിട്ട MP ആന്റോ ആന്റണി, അതുപോലെ പേരാവൂരിലെ MLA സണ്ണി ജോസഫ് തുടങ്ങിയവർ പരിഗണിക്കപ്പെട്ടേക്കാമെന്ന വിധത്തിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിനെ തീരുമാനമായി പറയുകയും സുധാകരൻ ഇന്നു തന്നെ മാറുകയാണ് എന്നുള്ള തരത്തിലാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും വാർത്ത നൽകിയിരിക്കുന്നത്. ക്രൈസ്തവ സഭയ്ക്കും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്കും അനുയോജ്യമായ രീതിയിൽ ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ളതും മാധ്യമങ്ങൾ ഇങ്ങനെ എഴുതി വിടുന്നുണ്ട്. അതിനെയാണ് ഇപ്പോൾ മാറ്റും എന്നുറപ്പിച്ച് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പുതിയ KPCC അധ്യക്ഷനെ കുറിച്ച് ചർച്ച നടക്കുന്നില്ല എന്ന് സുധാകരൻ തന്നെ പറഞ്ഞിരിക്കുന്നു. KPCC അധ്യക്ഷൻ മാറേണ്ട ഒരു സാഹചര്യവുമില്ല. അക്കാര്യം ഹൈക്കമാൻഡ് ഇതുവരെ സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ആരുടെ പേരും നിർദ്ദേശിച്ചിട്ടില്ല. ഹൈക്കമാൻഡ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോകാൻ പറഞ്ഞാൽ പോകും. ദില്ലിയിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ വളരെയധികം തൃപ്തനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എടുത്ത് പുറത്തു കളയുമെന്ന് പറയുമ്പോൾ ഞാൻ തൃപ്തനാണ് എന്ന് പറയാൻ സാധ്യതയില്ല സുധാകരൻ. ഇന്നലെ നടന്ന ചർച്ചയിൽ യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെയായിരുന്നു 48 മിനിറ്റ് നീണ്ട ആ കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയും ആ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു അത്. ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ പ്രതിപക്ഷത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനും സുധാകരനെ വിളിച്ചൊരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലെടുത്ത തീരുമാനം സുധാകരൻ പറഞ്ഞാൽ മാത്രമേ നമുക്കറിയൂ. അത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിങ്ങനെ പാർട്ടിയുടെ മുൻപിലുള്ള വലിയ വെല്ലുവിളികളെല്ലാം അതിൽ ചർച്ചയായി എന്നല്ലാതെ സുധാകരനെ മാറ്റുന്ന കാര്യം മാത്രം ചർച്ചയായിട്ടില്ല എന്നാണ് അറിയുന്നത്. അതിനെയാണ് ഇപ്പോൾ സുധാകരൻ മാറ്റും എന്നത് പകരം സുധാകരൻ മാറും, ഇന്ന് തന്നെ മാറ്റുമെന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുന്നത്. ട്രഷറർ പദവി ഒഴിഞ്ഞുകിടക്കുന്നതടക്കം സംഘടനാ വിഷയങ്ങളിൽ ചർച്ച നടന്നിട്ടുണ്ട് എങ്കിലും അധ്യക്ഷനെ മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. നേതൃമാറ്റത്തിൽ കാര്യമായ ചർച്ച നടന്നിട്ടില്ലെങ്കിലും പുനഃസംഘടനയുടെ ഭാഗമായി ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു സൂചന നേതൃത്വം നൽകിയതായി പറയുന്നുണ്ട്. മാറ്റുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ഏതെങ്കിലും പദവി സുധാകരന് നൽകിയേക്കുമെന്നും പറയുന്നു. അതുകൂടാതെ സുധാകരന് കണ്ണൂർ ലോകസഭാ മണ്ഡലം വിട്ട് കണ്ണൂർ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുമെന്നും അങ്ങനെ അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദവി അടക്കമുള്ളവ വാഗ്ദാനം ചെയ്തുവെന്നൊക്കെ ചില മാധ്യമങ്ങളും വാർത്ത നൽകുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ പലതരത്തിലുള്ള വാർത്തകളായി പുറത്തു വരുന്നുണ്ടെങ്കിലും സുധാകരന്റെ വായിൽ നിന്ന് തന്നെ ചിലത് കേൾക്കാനുണ്ട്. അത് കേട്ടു നോക്കാം. അല്ല, ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ, എനക്കൊന്നും പറയാനില്ല. എന്നെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുക, ഹൈക്കമാൻഡോട് ചോദിക്കുക. അവരാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരി. അവർ പറയുന്നത് അനുസരിക്കാനുള്ള യോഗമേ എനക്കുള്ളൂ. അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല. അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല. അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസ ഞാൻ സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളൊക്കെ ഇന്നലെ നടത്തിയിരുന്നു, സംസാരിച്ചിരുന്നു. ഒരുപാട് മണിക്കൂർ നേരം ഞാൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെജിയും അതുപോലെ രാഹുൽജിയും ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിലെ സംഘടനാ ശക്തി, കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി, അതൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതൊന്നും എൻ്റെ മുമ്പിൽ ചർച്ചയായിട്ടില്ല. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി. എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. ഞാനല്ല എന്നെ മാറ്റേണ്ടത്, അവരാണ്. എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ്. എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, അന്തിമ തീരുമാനം, അതെൻ്റെ തീരുമാനമാണ്. സൂചിപ്പിച്ചിട്ടില്ല, ഇതുവരെ എൻ്റെ സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അഖിലേന്ത്യാ കമ്മിറ്റി പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും. സുധാകരൻ നിൽക്കും, സുധാകരൻ പോകണം, പോകും. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാ. നിങ്ങൾക്ക് പിന്നെ ഒന്ന് കിട്ടിയാൽ 10 ആക്കുമല്ലോ. അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല.
എനിക്കില്ല. അത് പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ദാറ്റ്സ് ഓൾ. ഈ പകരം സഞ്ജയ് ജോസഫിന്റെ പേര് അതൊക്കെ ഞാൻ ആരെ പേര് നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ. മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. മാറ്റുന്നു എന്ന് പറയാതെയും തീരുമാനം ആരെങ്കിലും പേര് നിർദ്ദേശിക്കുന്നെങ്കിൽ അത് തലക്കസുഖം കൊണ്ടല്ലേ വരുന്താ. അപ്പോൾ ഗുഡ് ബൈ. ഞാൻ വളരെ സംതൃപ്തനാണ്, വളരെ സന്തോഷവാനാണ്.